പ്രിയേ പ്രാണനെ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ആദ്യം പോവാനിറങ്ങിയത് അജുവും ലക്ഷ്മിയുമാണ്. അവർക്കൊപ്പം ബാലമാഷ് കൂടി പോയിരുന്നു. സഞ്ജുവിന് വീട്ടിലൊന്ന് പോയിട്ട് അത്യാവശ്യമായ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. അതുകൊണ്ട് അവനും ആദ്യം ഒരുമിച്ച് പോകാമെന്ന് തീരുമാനിച്ചു. മാധവ് മാഷും നാളെ വരാമെന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞു പോയി. 10 മിനിറ്റോളം സംസാരിച്ചതിന് ശേഷമാണ് ആദ്യം ഫോണുമായി തിരികെ വന്നത്. വിഷമിക്കണ്ട, മാളവിക അവന്റെ കൂടെ തന്നെയുണ്ട്. അവന്റെ കുഞ്ഞിനെ നോക്കുന്ന ജോലിക്കാരിയാണ് അവളിനി. ആൾക്കൊരു ജോലി ആവശ്യമാണല്ലോ. അവനവന്റെ കുഞ്ഞിനെ നോക്കാൻ ഒരാളെയും. ഇതിപ്പോൾ രണ്ടുപേരുടെ ആവശ്യം നടക്കട്ടെ. ഷമീർ വിശ്വസിക്കാവുന്ന ആൾ തന്നെയാണ്. സുജയുടെ അരികിൽ വന്നിരുന്നുകൊണ്ട് പറയുമ്പോൾ അപ്പോഴും മാളവിനോട് തോന്നുന്ന നീരസം ആ കണ്ണുകളിൽ അവൻ കണ്ടിരുന്നു. ഇന്നിനി പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. ഭക്ഷണം കഴിച്ച് രണ്ടുപേരും സുഖമായിട്ട് കിടന്നുറങ്ങാം. നാളെ രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വരാം. ഓക്കെ അല്ലേ? സുജിയോടാണ് പറയുന്നെങ്കിലും പറഞ്ഞു നിർത്തുമ്പോൾ അവന്റെ നോട്ടം പ്രിയയുടെ നേരെയായിരുന്നു. അവൾ ചിരിയോടെ തലയൊന്ന് നാട്ടി. മോനിനി തിരികെ പോവോ? സുജ സഞ്ജുവിനോടായി ചോദിച്ചു. പോവമ്മ, അവൻ ചിരിയോട് അവരോടായി പറഞ്ഞു. രണ്ടുപേരും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നിറങ്ങി. ഇറങ്ങും മുന്നേ ആദ്യ കണ്ണുകൾ കൊണ്ട് പ്രിയയെ വിളിച്ചു. സുജയെ ഒന്ന് നോക്കിയിട്ട് അവന് പിറകെ അവൾ ഇറങ്ങിച്ചെന്നു. അവരെ തനിച്ചാകാൻ വേണ്ടി സഞ്ജു അല്പം ധൃതിയിൽ നടന്നിട്ട് കുറച്ച് മുന്നേ എത്തി. ആദ്യ പതിയെ നടക്കുന്നതിനിടെ പ്രിയയുടെ കയ്യിൽ വിരൽ കോർത്തു. പിടച്ചിലോടെ അവൾ അവനെ നോക്കി. മനോഹരമായൊരു ചിരിയോടെ അവനൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു. എനിക്ക് വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല കൃഷ്ണ. നടക്കുന്നതിനിടെ അവൻ പതിയെ പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ അവനെയും നോക്കി. മനോഹരമായൊരു മൗനം അവരനുഗമിക്കുന്നുണ്ടായിരുന്നു ആ നിമിഷം മുതൽ. കയറിപ്പോയിക്കോ ഇനി, എന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. അവൻ പ്രിയയുടെ കയ്യിൽ നിന്നും വേർപ്പെടുത്തി. രാവിലെ വരില്ലേ? പ്രിയ അവനെ നോക്കി. പിന്നെ വരാതെ? അവൻ ചിരിയോടെ പറഞ്ഞു. എത്തിയിട്ട് വിളിക്കണേ. പ്രിയ പറയുമ്പോൾ അവൻ പതിയെ ഒന്ന് മൂളി. കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് പോണേ. ഇനിയും എന്ത് പറയുമെന്നോർത്തുകൊണ്ട് അവളും ഇനി എന്തെങ്കിലും പറയാനുണ്ടാവുമോ എന്നോർത്തുകൊണ്ട് അവനും വീർപ്പടക്കി നിന്നു. അരികിലുണ്ടായിരുന്ന നിമിഷങ്ങളിലൊന്നും തോന്നാതിരുന്ന ഒരു സ്നേഹം ഇത്തിരി നേരത്തെ അകൽച്ച പോലും ഓർക്കാൻ കഴിയാത്ത പോലെ നീറ്റുന്നുണ്ടോ? തലയൊന്നാട്ടി യാത്ര പറഞ്ഞു പോകുമ്പോൾ അവനുള്ളിൽ അവൾക്കുള്ളിൽ ആ ചോദ്യമായിരുന്നു നിറഞ്ഞത്. പക്ഷേ ക്രൂരത നിറഞ്ഞൊരു ചിരിയോടെ ആ ഇരുട്ടിന്റെ മറവിൽ പതുങ്ങി നിൽക്കുന്നവന് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതോർത്തുകൊണ്ട് അവന്റെ കണ്ണുകൾ വന്യമായി തിളങ്ങുന്നുണ്ടായിരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിനുള്ളിൽ കിട്ടിയ ആ സുലഭ നിമിഷം പാഴാക്കി കളയില്ലെന്നുള്ളത് അവന്റെ ദുഷിച്ച ഹൃദയം ഉരുളുന്നുണ്ടായിരുന്നു. പമ്മി പതുങ്ങി നടക്കുന്നവന്റെ കണ്ണിൽ വിജയം തിളക്കുന്നുണ്ടായിരുന്നു. മെയ്യും മനസ്സും ഒരുപോലെ ത്രസിപ്പിക്കുന്ന ചിന്തകൾ അവനകത്തേക്ക് വലിച്ചേറ്റിയ ലഹരിയേക്കാൾ വീര്യത്തിൽ അവന് ധൈര്യം പകർന്നു. അല്ലെങ്കിൽ ഇനി എന്ത് പേടിക്കാൻ? പുച്ഛത്തോടെ അവൻ ഓർത്തു. അനേകം ആളുകൾ വന്നു പോകുന്ന ഈ ഹോസ്പിറ്റൽ തന്നെ അവരാരും ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. വെളിയിൽ വരാൻ പേടിച്ചിട്ട് മറിഞ്ഞിരിക്കുന്നവനാണ് അവർക്ക് മുന്നിലെ അനൂപ്. അവരിലേക്ക് വീണ്ടും ഇടിച്ചു കയറാൻ ഇതിലും നല്ലൊരു അവസരമില്ലെന്ന് കരുതി കാര്യങ്ങൾ നല്ലതുപോലെ പ്ലാൻ ചെയ്തൊരു അനൂപിനെ അവരുടെ സങ്കല്പത്തിൽ പോലും ഉണ്ടാവില്ലെന്ന് ഉറപ്പുണ്ട്. ആ ഉറപ്പ് തന്നെയാണ് തന്റെ ധൈര്യവും. അവരാദ്യം പോയ ഹോസ്പിറ്റലിൽ ചെന്ന് അന്വേഷിച്ചു. അവിടെ ഉണ്ടാവുമെന്ന് കരുതിയിരുന്നു. ഇങ്ങോട്ട് മാറ്റിയെന്നറിഞ്ഞപ്പോൾ മനസ്സിലായി കളികൾ കൂടുതൽ മുറുങ്ങിത്തുടങ്ങിയെന്നും തനിക്ക് മുന്നിൽ ഇനി അധിക സമയമില്ലെന്നും. അതിനു മുന്നേ രക്ഷപ്പെട്ടു പോകണം. പക്ഷെ അപ്പോഴേക്കും പുറകോട്ട് വലിച്ചത് അവളാണ്. അല്ല, അവളോടുള്ള തന്റെ ഒടുങ്ങാത്ത മോഹമാണ് കൃഷ്ണപ്രിയ. പത്മയെ കെട്ടിക്കേറി അങ്ങോട്ട് ചെന്നന്ന് മുതൽ തന്നെ കൊതിപ്പിച്ച് തുടങ്ങിയവൾ. അവളെ ഇവിടെ അവനെ വിട്ടുകൊടുത്തിട്ട് അങ്ങോട്ട് രക്ഷപ്പെട്ടു പോയാലും മനസ്സിൽ അതൊരു കെടാത്ത കനൽ പോലെ ജ്വലിക്കും. ഇടയ്ക്കിടെ ആ കനൽ കഷ്ണം തന്നെ തൊട്ടു നോക്കി പൊള്ളിക്കുമെന്ന് ഉറപ്പുണ്ട്. ഇല്ല, അതിന് വയ്യ. അവളെ അറിയണം. പോരാട്ട് വീര്യമുള്ള ആ പോരാളിയെ പോരാടി തോൽപ്പിക്കാൻ അവനുള്ള വല്ലാതെ തുടിച്ചു. അതുമാത്രം പോരാ, അവളെ വെച്ച് തന്നെ ആ മറ്റവനിട്ടൊരു നല്ല പണിയും കൊടുക്കണം. അത്രയും നാട്ടുകാരുടെ ഇടയിലിട്ട് പട്ടിയെ പോലെ തന്നെ തള്ളിച്ചതച്ചെന്ന് തന്നെ കരുതി വെച്ചതാണത്. ക്രൂരത നിറഞ്ഞൊരു ചിരിയോടെ അനൂപ് പ്രിയയുടെ മുറിയുടെ നേരെ നടന്നു. കാര്യം തീർന്നിട്ട് രക്ഷപ്പെട്ടു പോകാൻ അവനെടുത്ത ട്രെയിൻ ടിക്കറ്റ് ആ പോക്കറ്റിൽ കിടന്ന് നെടുവീർപ്പിടുന്നുണ്ടായിരുന്നു. അപ്പോഴും മാളവിക. ഷർട്ടിന്റെ ബട്ടണുകൾ പിടിച്ചിട്ടുകൊണ്ട് ധൃതിയിൽ മുറിയിൽ നിന്നിറങ്ങി വന്ന ഷമീർ വിളിക്കുന്ന കേട്ടതും മാളും ഞെട്ടിപ്പോയിരുന്നു. അവനെന്തിനോ വല്ലാത്ത വെപ്രാളമുള്ള പോലെ വേഗം കിടക്കയിൽ നിന്നിറങ്ങി അവൾ പുറത്തേക്ക് നടന്നു. ഭയമായിരുന്നു. അവളുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു ആ നിമിഷം. എടോ, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തുനിന്ന് പോകണം. എത്താനൊരു ഇച്ചിരി ലേറ്റ് ആവും. ബട്ടൺ പിടിച്ചിടുന്നതിനിടെ തന്നെ അവൻ പോക്കറ്റിൽ നിന്നൊരു ഫോൺ എടുത്ത് ടേബിളിൽ വെച്ച്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഇതിലെന്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. അവനവളെ നോക്കി. പതർച്ചയോടെ തന്നെ മാളു തലയാട്ടി. എങ്ങോട്ട് പോകണമെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്തിനു പോകുന്നു എന്നുള്ള അറിയണമായിരുന്നു. പക്ഷെ അവൻ ഇങ്ങോട്ട് പറയാതെ ഈ രണ്ട് കാര്യങ്ങളും ചോദിക്കാനുള്ള അവകാശമോ അർഹതയോ ഇല്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ അവൾ മൗനമായിരുന്നു. മോളിറങ്ങിയിട്ടുണ്ട്. ഉണർന്ന് കരയാണെങ്കിൽ പോയെന്ന് നോക്കണം. അവൻ ഇറങ്ങി വന്ന മുറിയിലേക്ക് കണ്ണ് കാണിച്ചുകൊണ്ട് ഷമീർ പറയുമ്പോൾ വീണ്ടും അവൾ തലയാട്ടി. വാങ്ങിച്ചു വന്ന ഭക്ഷണം അടുക്കളയിരിപ്പുണ്ട്. തനിക്ക് വേണ്ടെടുത്ത് കഴിച്ചിട്ട് കിടന്നോ. ഈ ഫോണും കയ്യിൽ വെച്ചേക്കണം. വരുമ്പോൾ ഞാൻ വിളിക്കാം. കൈകൊണ്ട് തന്നെ മുടിയൊന്ന് കോതി ഒതുക്കിക്കൊണ്ട് അവൻ പറഞ്ഞിട്ട് ധൃതിയിൽ വാതിലിന്റെ നേരെ നടന്നു. പിന്നെ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ഷമീർ നെറ്റിയിലൊന്ന് തട്ടിയിട്ട് അവൾക്ക് നേരെ തിരിഞ്ഞു. താൻ വീട്ടിലേക്ക് വിളിച്ച ആ നമ്പറിൽ ഞാൻ വിളിച്ചപ്പോൾ കിട്ടിയിരുന്നു കേട്ടോ. താൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ.
ഷമീർ പറഞ്ഞു കേട്ടതും അവളുടെ നെഞ്ചൊന്ന് തുള്ളി. അമ്മ എന്താ പറഞ്ഞ്? ഇടറിക്കൊണ്ട് അവൾ ചോദിക്കുമ്പോൾ അവനൊരു നിമിഷം അവളെ നോക്കി നിന്നു. ഇയാളുടെ ബ്രദറിലോ ആയിരുന്നു ഫോൺ എടുത്തത്. അവർ ഹോസ്പിറ്റലാണെന്ന്. അയ്യോ! അവൻ പറഞ്ഞു നിർത്തിയത് മാളവിക നെഞ്ചിൽ കൈ ചേർത്തുകൊണ്ട് ഉറക്കെ വിളിച്ചുപോയി. ഇത്ര പേടിക്കാനൊന്നുമില്ലടോ. ആ വൃത്തിയായിട്ട് മൃഗം എല്ലാവർക്കും ഇയാളുടെ ചേച്ചി കൊടുത്തെന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷെ എന്തായാലും ഇപ്പോൾ അവർ ഓക്കെയാണ്. അവനെ ആശ്വസിപ്പിക്കുന്ന പോലെ പറഞ്ഞിട്ടും മാളവിക വിങ്ങിക്കരഞ്ഞുകൊണ്ട് ചുമരിലേക്ക് ചാരി. എടോ കരയില്ലേ, ഇപ്പൊ കുഴപ്പമില്ലെന്ന് അയാൾ പറഞ്ഞു. നമുക്ക് നാളെ പോയി നോക്കാം. അവൾ കരയുന്നിടം തിരികെ നടന്നു വന്നുകൊണ്ട് ഷമീർ പറഞ്ഞതും അവൾക്ക് സങ്കടമൊട്ടും സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. മുഖം പൊത്തിക്കൊണ്ട് അവൾ താഴേക്ക് ഇരുന്നു പോയി. ഷമീർ നടുവിന് കൈ കൊടുത്തുകൊണ്ട് അവളെ നോക്കി നിന്നു. ഇടയ്ക്കിടെ അവന്റെ നോട്ടം കയ്യിലെ വാച്ചിലേക്ക് നീളും. അപ്പോഴെല്ലാം അവന്റെ മുഖം അസഹിഷ്ണുതയോടെ ചുളി. മാളവിക പ്ലീസ്, എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് പോവേണ്ടതുണ്ട്. ഇയാളൊന്ന് കരച്ചിൽ നിർത്തി എഴുന്നേറ്റ്. അല്ല ഞാൻ... അവൻ പറഞ്ഞു കേട്ടത് അവൾ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് മുഖം തുടച്ചു. സോറി, കുഴപ്പമില്ല. ഞാൻ ചേച്ചി ഓർത്തപ്പോ. സാരല്ല, സാറ് പോയിട്ട് വരൂ, ഞാൻ ഓക്കെയാ. വീണ്ടും നിറയുന്ന കണ്ണുകളെ വാശിയോടെ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു കേട്ടിട്ടാണ് ഷമീർ തിരിഞ്ഞടന്ന്. ഫോണിലെ നമ്പറുണ്ട് കേട്ടോ, എന്നുണ്ടെങ്കിലും വിളിക്കണേ. വീണ്ടും അവൾ നോക്കി അവനെ ഓർമ്മിപ്പിച്ചു. മാളു തലയാട്ടി. വാതിൽ ലോക്ക് ചെയ്തേക്ക്, ഞാൻ വന്ന് വിളിച്ചിട്ടല്ല തുറക്കരുത് കേട്ടോ. വാതിൽ തുറന്നിറങ്ങും മുന്നേ അവനെ ഓർമ്മിപ്പിച്ചു. അതിനവൾ തലയാട്ടി സമ്മതിച്ചു. ധൃതിയിൽ ഓടിയിറങ്ങി കാർ ഇറക്കി പോകും മുന്നേ ഫ്ലാറ്റ് നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാനോ അവൻ മറന്നില്ല. ആവേശത്തിൽ ഡോറിലൊന്ന് മുട്ടിയിട്ട് കാത്തു നിൽക്കുമ്പോൾ അനൂപിന്റെ ചുണ്ടിൽ വല്ലാത്തൊരു ചിരിയുണ്ടായിരുന്നു. ലോക്ക് പിടിച്ചു നോക്കുമ്പോൾ അകത്തുനിന്ന് കുറ്റിയിട്ടതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവൻ തട്ടി വിളിച്ചത്. അകത്ത് സുജയും പ്രിയും മാത്രമാണെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. ഉച്ച മുതൽ അവിടെ ചുറ്റി തിരിഞ്ഞു നിന്നിട്ട് അവിടെയുള്ള വിവരങ്ങൾ അവൻ മനസ്സിലാക്കി വെച്ചിരുന്നു. ഒരു പ്രാവശ്യം കൂടി തട്ടിയപ്പോൾ അകത്തുനിന്നും കുറ്റിയെടുക്കുന്ന ശബ്ദം കേട്ടതും അവന്റെ കണ്ണുകൾ തുടിച്ചു. തന്നെ കണ്ടാൽ ആ നിമിഷം വാതിൽ വലിച്ചെടുക്കുമെന്ന് നന്നായിട്ട് അറിയാമായിരുന്നുകൊണ്ട് തന്നെ അങ്ങോട്ട് ഇടിച്ചേറാൻ സജ്ജമായാണ് അവന്റെ നിൽപ്പ്. പ്രതീക്ഷിച്ച പോലെ തന്നെ വാതിൽ തുറന്നു നോക്കിയ പ്രിയ പകച്ചു നോക്കുന്നതും ഒരു നിമിഷത്തെ ഭയത്തിനെ മാറ്റി നിർത്തി അവൾ ആ വാതിൽ അടക്കും മുന്നേ അനൂപ് വളരെ നിസ്സാരമായത് തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി. പിന്നിൽ തുറന്നു കിടക്കുന്ന വാതിലടക്കാൻ കൂടി മെനക്കെടാതെ അവളെ നോക്കിയിട്ട് ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നവനെ സുജയും പ്രിയും ഭയത്തോടെയാണ് നോക്കുന്നത്. ആ ഭയമായിരുന്നു അവന്റെ ലഹരി. മതിമറന്നുകൊണ്ടാൻ വിജയം ഉറപ്പിച്ചു. ഉറക്കെ ഉന്മാദനായ പോലെ പൊട്ടിച്ചിരിച്ചു. രക്ഷപ്പെട്ടെന്ന് കരുതിയോടെ നീ അനൂപ് വീട്ടിലെന്ന് പറഞ്ഞ വീട്ടിലടി മോളെ. ഒന്നുറക്കെ കരയാൻ കൂടി കഴിയാത്ത വിധം വിളറി വെളുത്തേൽക്കുന്ന പ്രിയക്കുമ്പിൽ ചെന്ന് നിന്നിട്ടവൻ പൈശാചികമായൊരു ഭാവത്തിൽ ചോദിച്ചു. കൊല്ലുടാ നിന്നെ, എന്റെ മോള് നീ. ആദ്യത്തെ പകപ്പ് മാറിയുന്ന സുജാവിന് നേരെ ചീറിക്കൊണ്ട് വന്നു. ഒന്ന് പോതളേ, ഈ അനൂപിനെ തടയാൻ ഈ തടി പോരാ, മാറങ്ങോട്ട്. അവരെ പിടിച്ച് പിന്നിലേക്ക് തള്ളിക്കൊണ്ട് അനൂപ് വികൃതമായി ചിരിച്ചു. പ്രിയ പിടിച്ചുകൊണ്ട് മാത്രം സുജ പിന്നിലേക്ക് അലച്ചു വീണില്ല. നിങ്ങൾക്ക് എന്ത് വേണം? അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവളിൽ വല്ലാത്തൊരു വീര്യം നിറയുന്നുണ്ടായിരുന്നു. നിന്നെ വേണടി, കണ്ട നാള് മുതൽ എൻ്റെ സിരകളിലെ ലഹരിയാണ് നീ. അവളെ ചുഴിഞ്ഞ് നോക്കിക്കൊണ്ട് അവൻ പറയുമ്പോൾ പ്രിയയുടെ ഇടനെഞ്ചിലൊരു നോവാണ് തോന്നിയത്. ആർദ്രമായൊരു നോട്ട് അവൾക്ക് ഓർമ്മ വന്നു. ഞാൻ അവൻ്റെ അല്ലേന്ന് ഹൃദയം ഉറക്കെ നിലവിളിച്ചു. തരൂ നീ. കുറച്ചുകൂടി അവൾക്കരികിലേക്ക് നീങ്ങിന്നിട്ട് അനൂപ് ചോദിച്ചു. തരില്ലെന്ന് നീ പറഞ്ഞാലും ഇന്ന് ഞാൻ വാങ്ങിച്ചിട്ടേ പോകും. അതിന് നിന്നെയൊക്കെ കൊല്ലേണ്ടി വന്നാലും അതിനൊരുങ്ങി തന്നെയാടി ഞാൻ വന്നിട്ടുള്ളത്. എനിക്ക് വേണ്ടത് ആവോളം ആസ്വദിച്ചിട്ട് ആരോറിയാ ഞാനങ്ങ് പോവും. വീണ്ടും അവളിലേക്ക് നോട്ടം കുത്തിയിറക്കി അനൂപ് പറയുമ്പോൾ പ്രിയക്ക് ജീവിക്കാൻ ഒരുപാട് മോഹം തോന്നിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവനെ മുഖം അവളെ നോവിച്ചു. അവന്റെ നോട്ടവും ചിരി അവളെ മോഹിപ്പിച്ചു. മനസ്സോടെ നീ തരികയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിലും എനിക്ക് വേണ്ട ഞാൻ എടുക്കും. വീര്യം കൂടുന്തോറും എനിക്ക് ലഹരിയും കൂടും. അവൻ അരികിലേക്ക് വരുന്നത് കാണെ പിന്നിലേക്ക് നീങ്ങിയിരുന്ന പ്രിയ പെട്ടെന്ന് നിന്നു. ആ കണ്ണുകളൊന്ന് പിടഞ്ഞത് അനൂപ് ശ്രദ്ധിച്ചു. അവന്റെ മുഖം ചുളിഞ്ഞു. ഞൊടിയുടെ ആത്മവിശ്വാസം നിറഞ്ഞൊരു ചിരിയോടെ അവന്റെ നേരെ നോക്കി. അവൻ കഷ്ടപ്പെട്ട് ചോദിച്ചല്ലേ കൃഷ്ണ, അറിഞ്ഞൊന്നങ്ങ് കൊടുത്തേക്ക്. ഇനി ഇത്രക്ക് ആക്രാന്തം ഉണ്ടാവരുത്. പിന്നിൽ നിന്നും കടുപ്പമുള്ളൊരു സ്വരം. വെട്ടിത്തിരിഞ്ഞു നോക്കി അനൂപ് ഞെട്ടിയുറച്ചു പോയിരുന്നു. വാതിലിൽ ചാരി കൈകെട്ടി നിൽക്കുന്ന ആദി. അവനരികിൽ തന്നെ ഗൂഢമായൊരു ചിരിയോടെ സഞ്ചു. അനൂപ് ഒന്ന് പിന്നിലേക്ക് വേച്ചു പോയി. നിമിഷ നേരം കൊണ്ട് അവൻ ആ കാഴ്ച നൽകിയ ഭയത്താൽ വിയർത്തുപോയി. ഇവര് കാറിൽ കയറി പോകുന്നത് കണ്ടതാണല്ലോ എന്ന് അവൻ ഭയത്തോടെ ഓർത്തു. ഇനിയൊരിക്കലും മറ്റൊരു പെണ്ണിനോട് ഇതുപോലൊരു ആഗ്രഹമായിട്ട് ഇനി അവൻ മറ്റൊരാളുടെ അരികിലേക്ക് പോകാത്ത വിധം കൊടുത്തുവിടന്റെ പെങ്ങളെ. അനൂപിനെ നോക്കി വല്ലാത്തൊരു ചിരിയോടെ സഞ്ജു പറഞ്ഞതും പ്രിയ സുജയെ വിട്ട് അനൂപിന്റെ മുന്നിലേക്ക് വന്നു നിന്നു. കനലെരിയുന്ന ആ കണ്ണിലേക്ക് നോക്കി അനൂപ് വിറച്ചു. പല്ലുകടിച്ചുകൊണ്ട് അവൾ തുടരെ കൈവീശി അടിക്കുമ്പോൾ ആദ്യവും സഞ്ജു അകത്തേക്കൊരു വാതിൽ ചേർത്തടച്ച് കുറ്റിയിട്ടുകൊണ്ടതിൽ ചാരി ചിരിയോടെ നിന്നു. ആദ്യമായി അവനിലെ മൃഗത്തെ തിരിച്ചറിഞ്ഞ അന്നു മുതലുള്ള രോഷം പ്രിയയിൽ ആളിക്കത്തി.
തുടരെ അവൻ അടിക്കുമ്പോഴും പകച്ചുപോയ അനൂപിനെ തടയാൻ കൂടിയുള്ള സാവകാശം കിട്ടിയില്ലെന്ന് വേണം പറയാൻ. പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ അടിക്കുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊലിക്കുന്നുണ്ട്. കൈകൾ വല്ലാതെ വേദനിച്ചിട്ടും അവളെ നിർത്തുന്നില്ലെന്ന് കണ്ടതും ആദ്യം അവളെ പിന്നിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. മതി കൃഷ്ണ, നീ തളർന്നു, ഇനി നിനക്ക് വേണ്ടി ഞാൻ ചെയ്തോളാം. വിറക്കുന്ന അവളുടെ ദേഹം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വല്ലാത്തൊരലിവോട് അവനത് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് അവൾ പിന്നിൽ അവനിലേക്ക് ചാഞ്ഞു. ആവശ്യനായ അനൂപ് ചുമരിൽ ചാരി നിന്നിട്ട് കിതക്കുന്നുണ്ട്. ആദ്യേട്ടാ, ഇവനുണ്ടല്ലോ, ഇവൻ കാരണം ഞാൻ എത്ര തവണ മരിക്കാൻ നോക്കിയിട്ടുണ്ടെന്നോ, ജീവിതം അടുത്തു പോയിട്ടുണ്ടെന്നോ. ഇവനാണ് ആദ്യേട്ടാ, ഇവൻ കാരണം ഞാൻ. അനൂപിനെ ചൂണ്ടി കരച്ചിലോടെ തന്നെ പിന്നിലേക്ക് മുഖം ചരിച്ചു നോക്കി പറയുന്നവളെ ആദ്യ പിടിച്ച് തിരിച്ചുകൊണ്ട് തന്നെ നെഞ്ചിലേക്ക് ചേർത്തു. എനിക്കറിയാം കൃഷ്ണ. ആ നോവറിഞ്ഞ വേദനയോടെ തന്നെ ആദ്യം അവളെ തലോടി പറയുന്നുണ്ടായിരുന്നു. പൊന്നുമോനെന്താ കരുതിയത്? നീ വിജയിച്ചു വന്നോ? എന്റെ പെങ്ങള് നിനക്ക് ഒറ്റയ്ക്ക് കിട്ടിയെന്നോ? സഞ്ജു അനൂപിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. അവനൊന്നും മിണ്ടാതെ മുഖം കുനിച്ചു. ഇങ്ങനെ ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ അതിനെതിരെ എന്ത് ചെയ്യണമെന്നുള്ള അവനും അറിയില്ലായിരുന്നു. കിട്ടിയ അടികളും കിട്ടാനുള്ള അടികളൊന്നുമല്ല. ഇത്രയും ദേഷ്യത്തോടെ നിൽക്കുന്ന അവർക്കിടയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു പോകുമെന്ന് ഓർത്തുകൊണ്ടായിരുന്നു അവനപ്പോൾ ഭയന്നത് മുഴുവനും. ഉച്ച മുതൽ നീ ഇവിടെ ചുറ്റിത്തിരിയുന്നുണ്ടെന്ന വിവരം ഞങ്ങൾ കിട്ടിയിരുന്നടാ മോനെ. ഇത് ഞങ്ങൾ നിന്നെ കൊടുക്കാൻ അറിഞ്ഞുകൊണ്ടൊരു അവസരം തന്നല്ലേ. ഞങ്ങളെ ഒട്ടും നിരാശപ്പെടുത്താതെ നീ അതിലേക്ക് വന്ന് ചാടിത്തിരികയും ചെയ്തു. ഇനി നിന്നെ വെറുതെ വിട്ടാ അത് ഞങ്ങൾക്ക് തന്നെ മോശമല്ലേ? സഞ്ജു അവന്റെ മുഖം നോക്കി അടിച്ച് കഴിഞ്ഞിരുന്നു. നിനക്കെന്റെ പെങ്ങളെ വേണമല്ലേ? അമ്പടാ, നീ അത്രക്ക് കായോ? വരാനൂപേ? നിലത്തേക്ക് വീണുപോയ അനൂപിനെ വലിച്ചു പൊക്കി വീണ്ടും അടിക്കുന്ന സഞ്ജുവിനെ കണ്ടിട്ട് ആദിക്ക് ചിരി വന്നു. നെഞ്ചിൽ പറ്റിപ്പിടിച്ച് നിന്ന് കരയുന്നവളെ അവൻ ബലമായി മുഖം പിടിച്ചുയർത്തി. മതികൃഷ്ണ, നീയല്ല കരയേണ്ടത്. നിന്നോടും നിന്റെ കുടുംബത്തിനോടും ചെയ്തു പോയ ക്രൂരതകൾക്ക് മുഴുവനും ഇവനെ കൊണ്ട് ഞാൻ ഉത്തരം പറയിപ്പിക്കും. ഇവൻ കരയും. ആദ്യ അലിവോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. കരച്ചിലോടെ തന്നെ അവൾ ചിരിക്കുകയാണ്. മഴവില്ല് പോലെയുള്ള നനഞ്ഞു കുതിർന്ന ചിരിയഴകിലേക്ക് നോക്കിയപ്പോൾ ആദിക്ക് അവൾ അപ്പാടെ ചുംബനങ്ങൾ കൊണ്ട് പൊതിയാനാണ് തോന്നിയത്. അത്രമേൽ ആർദ്രമായ ഒരു ഭാവത്തിൽ തന്നിലേക്ക് ചേർന്ന് നിൽക്കുന്നവളെ കുറിച്ച് ഓർത്തുകൊണ്ട് അവന്റെ ഹൃദയം പ്രണയത്താൽ വിങ്ങി. ഇവിടെ ഇരിക്കും. ചിരിയോടെ പ്രിയ കിടക്കയിലേക്ക് പിടിച്ചിരുത്തിക്കൊണ്ടവൻ അനൂപിന് നേരെ തിരിഞ്ഞു. മക്കളെ ഈ നാറി ഉപദ്രവിച്ചിരിച്ച നിമിഷങ്ങളൊക്കെ അമ്മ കരുതി വെച്ചൊരു സമ്മാനല്ലേ ഇവന്, അതങ്ങ് കൊടുത്തേക്ക്. സുജയെ നോക്കി സഞ്ജു പറയുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. അയ്യേ, എന്തോന്നിത്? അമ്മേന്റെ പെങ്ങളെ കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നു അടി, എന്താ ഒരു പവർ! പ്രൗഡ് ഓഫ് യു മൈ സ്വീറ്റ് സിസ്. അവൻ പ്രിയയെ നോക്കി ഈണത്തിൽ പറഞ്ഞു കേട്ടതും അവൾ ചിരിയോടെ അവനെ നോക്കി ചുണ്ടുകൂർപ്പിച്ചു. അപ്പൊ ഇവർക്കിനി ഉപഹാരങ്ങൾ കൊടുക്കാനില്ലാത്ത സ്ഥിതിക്ക് നമുക്കങ്ങ് പോയാലോ മോനെ അനൂപേ? അവന്റെ കളിൽ ശക്തമായി പിടിച്ചുലച്ചുകൊണ്ട് ആദ്യം വല്ലാത്തൊരു ചിരിയോടെ ചോദിക്കുമ്പോൾ അനൂപ് അവനെ ഭയത്തോടെ നോക്കി. നീ ഇപ്പോഴേ ഉറച്ചിട്ട് ബാക്കിയുള്ള സ്റ്റാമിന കളയാതെടാ മോനെ. അടിയൊന്നും ആയില്ല, വടിവെട്ടാനാള് പോയിട്ടല്ലേ ഉള്ളൂ. സുജയെ ചേർത്ത് പിടിച്ചിരുന്നുകൊണ്ട് തന്നെ സഞ്ജു വിളിച്ചു പറയുമ്പോൾ അനൂപിന്റെ കണ്ണുകളൊന്ന് പിടച്ചു. എന്തൊക്കെ മോഹം കൊണ്ടുവന്ന ആളാ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, പെറ്റ തള്ള സഹിക്കുവോ? സഞ്ജു വീണ്ടും വിളിച്ചു പറയുന്നത് കേട്ടതും ആദി ചിരിയോദിക്ക് അനൂപിനെ നോക്കി. നിനക്കെന്റെ പെണ്ണിനെ വേണം അല്ലേടാ? നിനക്കവളെ അറിയണം അല്ലേ? ചോദ്യത്തിനൊപ്പം തന്നെ ആദിയുടെ അടിയും കഴിഞ്ഞിരുന്നു. അളിയാ നിൽ. സുജയെ പ്രിയക്കരിയിലേക്ക് ഇരുത്തിക്കൊണ്ട് സഞ്ജു ആദ്യം നോക്കി പറഞ്ഞു. ഇവനോടൊരു ആങ്ങളെന്ന നിലക്ക് എനിക്ക് കുറെ സംസാരിച്ചു തീർക്കാനും കൊടുത്തു തീർക്കാറുണ്ട്. പക്ഷെ അതിൽ പല ഡയലോഗ് ഇവിടെ വെച്ച് പറയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലെ വികാരം പൂർണ്ണമായും പുറത്തെടുത്തുകൊണ്ട് എനിക്ക് അർമാദിക്കാൻ കഴിയില്ല. ഒരാളിയനെന്ന പരിഗണന തന്നുകൊണ്ട് എൻ്റെ റിക്വസ്റ്റ് സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സഞ്ജു ആദ്യം നോക്കി പറഞ്ഞു. നീ എന്താ ഉദ്ദേശിച്ച്? ചിരി വന്നിട്ടും ആദ്യം അത് ഒതുക്കിക്കൊണ്ട് സഞ്ജുവിനോട് ചോദിച്ചു. നമുക്ക് ഇവനെ ഇവിടെ വെച്ച് സൽക്കരിക്കണ്ട, സ്ഥലം മാറ്റി പിടിക്കാം. എന്തിനാ വെറുതെ എൻ്റെ പെങ്ങളുടെ ഉറക്കം കളയുന്നത്? അവർ സമാധാനം കിടന്നോട്ടെ. സഞ്ജു പറഞ്ഞു. ആയിക്കോട്ടെ, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. അപ്പൊ നമ്മുടെ ആയുധം എടുക്കുക. അനൂപിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ആദ്യം തിരിച്ചു നിർത്തി. കോർത്തെ എന്തോന്ന് തന്നെ പിന്നിലാമരുന്ന് അനൂപ് ഞെട്ടലോട് അറിഞ്ഞു. ഒരു തരിപ്പ് അവനെ ഒന്നാകെ പൊതിഞ്ഞു. നാളെ രാവിലെ ഇവിടം വിടാൻ വേണ്ടി ടിക്കറ്റ് എടുത്തവനാണ്. ഞങ്ങൾ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ ദേ ഈ കത്തി നിന്റെ നട്ടിൽ തുളച്ചു കയറും. നീ എങ്ങോട്ടോ പോയെന്ന് അന്വേഷിച്ച് നടക്കുന്നവർ കരുതുകയും ചെയ്യും. അതുകൊണ്ട് അനുസരണയോടെ മോൻ നടന്നോ. ഒന്നുകൂടെ അവനിലേക്ക് കയ്യൊന്ന് അമർത്തി സഞ്ജു പതിയെ പറഞ്ഞു. വേണ്ട, ഞാൻ വരാം. അനൂപ് വിറച്ചുകൊണ്ട് പറഞ്ഞു. ഹോ, ഈ പഞ്ചായത്തിലുണ്ടാവോ ഇത്രയും അനുസരണയുള്ളൊരു ചെക്കൻ? എങ്കിൽ നടന്നോ. സഞ്ജു ആവശ്യപ്പെട്ടതും അനൂപ് പതിയെ മുന്നിലേക്ക് നടന്നു തുടങ്ങി. പോട്ടെ പെങ്ങളെ, നാളെ വരാട്ടോ. പോകും വഴി സഞ്ജു വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. വാതിലടച്ച് ചേർന്നോ, ഇനിയൊന്നും പേടിക്കണ്ട. ആദി പ്രിയോടും സുജയോടുമായിട്ട് പറഞ്ഞു. സൂക്ഷിക്കണേ മോനെ, അതൊരു പേ പിടിച്ച ജന്തുവാ. സുജ ആദിയെ നോക്കി പറഞ്ഞു. കുഴപ്പമില്ലമ്മ, ഞാൻ നോക്കിക്കോളാം. അത് പറഞ്ഞുകൊണ്ട് വീണ്ടും പ്രിയയെ നോക്കി.
ഉറങ്ങിക്കോട്ടോ, രാവിലെ വരാം. ഉള്ളിലെ സ്നേഹം മുഴുവൻ നിറച്ചുകൊണ്ടവൻ പറയുമ്പോൾ നേർത്തൊരു ചിരിയോട് അവൾ തലയാട്ടി. മുന്നിലേക്ക് നടന്ന ആദ്യ വാതിൽ കടന്നിറങ്ങും മുന്നേ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. പ്രിയ എഴുന്നേറ്റുകൊണ്ട് അവൻ്റെ അരികിലേക്ക് ചെന്നു. രാവിലെ ഞാൻ വരുമ്പോൾ ഈ നോവോടെ കാണരുത് കേട്ടോ, എനിക്കിങ്ങനെ കാണാൻ വയ്യ കൃഷ്ണ. അരികിലേക്ക് വന്നവളുടെ കവളിൽ തട്ടി സുജ കേൾക്കാതിരിക്കാൻ പതിയെ പറയുന്നവന്റെ കണ്ണിലെ പ്രണയത്തിരയിൽ അവൾ മുങ്ങിപ്പോയിരുന്നു. പോയിക്കോ, അവൻ ചിരിയോടെ പിന്നിലേക്ക് നടന്നിട്ട് പറഞ്ഞു. സൂക്ഷിക്കണേ. പതിഞ്ഞൊരു ചിരിയോടെ പ്രിയ ഓർമ്മിപ്പിക്കുമ്പോൾ അവൻ ചിരിയോടെ തലയാട്ടി. വാതിലടച്ചു പോ കൃഷ്ണ, ചിരിയോടെ തന്നെ ആദ്യം ആവശ്യപ്പെട്ടു. താൻ അകത്ത് പോകാൻ പോയില്ലെന്ന് മനസ്സിലായതും പ്രിയ അകത്തേക്ക് കയറിപ്പോയി. മുന്നിൽ നടക്കുന്ന സഞ്ജുവിനൊപ്പം ആദ്യം ഓടിയെത്തി. അവന്റെ കൈയുള്ള ആയുധത്തിനെ പേടിച്ചുകൊണ്ട് അച്ചടക്കത്തോടെ നടക്കുന്ന അനൂപിനെ വലതുഭാഗത്തേക്ക് ചേർന്നിട്ട് ആദ്യം അവന്റെ തോളിൽ കൈയിട്ട് പിടിച്ചു. കാണുന്നവർക്ക് 3 സുഹൃത്തുക്കൾ ചേർന്ന് നടന്നു പോവുകയാണെന്നേ തോന്നും. ആദിയുടെ കാറ് പാർക്ക് ചെയ്തിടത്തേക്ക് എത്തും വരെയും അവരങ്ങനെ തന്നെയാണ് പോയത്. അനൂപിനെ പിന്നിലേക്ക് തള്ളിക്കയറ്റിക്കൊണ്ട് ആദ്യം അവനൊപ്പം കയറി. അതിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്റ്റിക്കർ കൊണ്ട് അവന്റെ വാ പൊതിഞ്ഞടച്ചു. കൈകൾ ബലമുള്ള ഒരു കയർ കൊണ്ട് വരിഞ്ഞു കെട്ടിയതിനു ശേഷമാണ് സഞ്ജു അവന്റെ കൈയിലുള്ള തടിച്ച വിറക് കഷ്ണം പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. ഇടയിൽ എപ്പോഴോ വണ്ടിയോ നിന്നും തോന്നിയതും അനൂപ് ഭാരം തൂങ്ങുന്ന കൺപോളകൾ വലിച്ചു തുറന്നുകൊണ്ട് പുറത്തെ ബഹളങ്ങളിലേക്ക് നോക്കി. ഇവരെങ്ങോട്ടാണ് തന്നെ കൊണ്ടുപോകുന്നതെന്നവന് അപ്പോഴും യാതൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. വണ്ടി ഓടി തുടങ്ങിയപ്പോൾ ഒന്നുറക്കെ ഞെരങ്ങിയതിന് ആദിയുടെ സമ്മാനം മുഖമടച്ചൊരടിയായിരുന്നു. കൺപോളകളിൽ ഒരു കല്ലുകൊണ്ടിടിച്ച പോലെ നീറി വിങ്ങി. അതോടെ സ്വയം ചുരുങ്ങി ഒരരികിലേക്ക് നീങ്ങിയിരുന്നു. പുറകിൽ ആദിയുണ്ട്. അനങ്ങിയാലും ഇല്ലെങ്കിൽ ഇടയ്ക്കിടെ അവൻ ഓരോന്ന് പൊട്ടിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവൻ മനഃപൂർവ്വം പിന്നിലേക്കായിരുന്ന പോലെ അനൂപിന് തോന്നി. വാ തുറന്നൊന്ന് കരയാൻ കൂടി കഴിയാത്ത നിസ്സഹായതയിൽ അവൻ അപ്പോഴേ മടുത്തുപോയി. പക്ഷേ ഇതുകൊണ്ടൊന്നും ഒന്നുമായില്ലെന്നുള്ളത് കടുപ്പത്തോടെ വലിഞ്ഞു മുറിഞ്ഞ മുഖത്തോടെ തനിക്കരികിലേക്ക് ഇരിക്കുന്നവനെ കാണുമ്പോൾ ഒരു മിന്നൽ പോലെ അനൂപിന് മനസ്സിലാവുന്നുണ്ട്. ഒന്നുറപ്പുണ്ട്, ഇതുവരെയും കൊടുത്തു രസിച്ചതെല്ലാം ഇന്നൊരു ദിവസം തനിക്ക് തിരികെ കിട്ടും. അതോർക്കുമ്പോഴൊക്കെയും അവൻ വീണ്ടും വീണ്ടും കിടുങ്ങി വിറച്ചു. ഇവിടെ ആദ്യം അവൻ നിൽക്കുമെന്ന് പറഞ്ഞ് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് സഞ്ജു ചോദിക്കുമ്പോൾ ഗ്ലാസ് താഴ്ത്തി ആദ്യം പുറത്തേക്ക് തലയിട്ടുകൊണ്ടൊന്ന് മൂളി. ഇവിടൊന്നും കാണുന്നില്ലല്ലോ, നീ ഒന്ന് വിളിച്ചു നോക്കിയേ. ചുറ്റുമൊന്ന് കണ്ണോടിച്ച് നോക്കിയിട്ട് സഞ്ജു പറഞ്ഞു. ആദ്യം ഫോൺ എടുത്ത് ഡയൽ ചെയ്യാൻ ഒരുക്കും മുന്നേ അവർക്കരികിലേക്ക് എതിർ സൈഡിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ധൃതിയിൽ നടന്നു വരുന്നുണ്ടായിരുന്നു. അവനാണോടാ? സഞ്ജു ചോദിച്ചു. എനിക്കറിയില്ല, ഞാനും കണ്ടിട്ടില്ലല്ലോ. ഇങ്ങോട്ട് വരില്ലേ, ചോദിക്കാം. ആദ്യം ഫോൺ തിരികെ വെച്ചുകൊണ്ട് നടന്നു വരുന്നവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആദിത് മഹാദേവാണോ? നടന്നു വന്നവൻ ഡ്രൈവിംഗ് സീറ്റിനരികിലേക്ക് കുനിഞ്ഞിട്ട് സഞ്ജുവിനോട് ചോദിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.